തീർച്ചയായും ഒരു ബി.ജെ.പി. സ്ഥാനാർത്ഥി എന്ന ലേബലിൽ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിക്കുന്ന അല്ലെങ്കിൽ ജയിച്ച സുരേഷ് ഗോപി കേരള രാഷ്ട്രീയത്തിലെ ബി.ജെ.പിയുടെ സ്ഥാനം നിർണയിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് പോക്ക് നിർണയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സുരേഷ് ഗോപിക്ക് ഒരു വലിയ പരിമിതിയുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു സംഘാടകനല്ല. ഈ ബി.ജെ.പി. ചെറിയ പാർട്ടിയാണ് കേരളത്തിലെങ്കിലും കുത്തിത്തിരിപ്പിലും കുതികാൽവെട്ടലും കാലുവാരലിലും മറ്റേത് പാർട്ടിയേക്കാൾ പിന്നിലല്ല ബി.ജെ.പി. എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു നേതാവിനെ വേറൊരാൾ ചവിട്ടി വീഴ്ത്തുന്നു, ഈ നേതാവ് മത്സരിച്ചാൽ മറ്റേയാൾ ഒഴിഞ്ഞു പോകുന്നു. ശോഭാ സുരേന്ദ്രനൊക്കെ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് പൊതുവേദികളിൽ വന്ന്. അത്തരമൊരു കുതികാൽ വെട്ടിന്റെ രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് സംഘടനാ തലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഒരുപക്ഷെ ഒരു പ്രചാരകൻ, താരപ്രചാരകൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് പോകാം. പക്ഷേ ബി.ജെ.പി. ഇവിടെ വേര് പിടിക്കണമെങ്കിൽ അവരുടെ സംഘടനാ നേതൃത്വം ശരിയായിരിക്കണം. അത് കൊണ്ടുവരാൻ കഴിയുമോ? ഇവിടെയാണ് ഒരു വലിയ വൈരുദ്ധ്യം വരാൻ പോകുന്നത്. കാരണം ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം ശരിയാവണമെങ്കിൽ RSS തന്നെ ഇടപെടണം. RSS സുരേഷ് ഗോപിയെ പോലെ ഒരാളെ മുന്നിൽ നിർത്തി രാഷ്ട്രീയം കളിക്കാൻ തയ്യാറാകുമോ എന്ന വലിയ ചോദ്യമുണ്ട്. RSS പല സ്ഥലത്തും ഇതേ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്രത്തിൽ മോഡിയെ പോലും വേണ്ടത്ര സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് RSS എത്തി എന്നാണ് നമ്മൾ കേൾക്കുന്ന ചില അന്തർധാരകൾ. അതെന്തോട്ടെ. അപ്പൊ സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് കേരളത്തിൽ ബി.ജെ.പിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് സാധ്യത കുറവാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ബി.ജെ.പിയുടെ പൂർണ്ണ നിയന്ത്രണം സുരേഷ് ഗോപിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പിന്നെ നിലവിലുള്ള സംഘടനാ നേതാക്കൾ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്നൊരു ചോദ്യവും കൂടി വരും. അങ്ങനെ വരുമ്പോൾ കെ സുരേന്ദ്രൻ മുതൽ ശോഭാ സുരേന്ദ്രൻ വരെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്ന ചോദ്യമുണ്ട്. പുറത്തൊക്കെ വെളുക്കെ ചിരിച്ചൊക്കെ വന്നേക്കും. പക്ഷെ ഒരുപക്ഷെ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ തമ്മിലടിക്ക് ശേഷിയുള്ളവരാണ് ബി.ജെ.പിക്കാർ. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ കൈകളിൽ കേരളത്തിലെ ബി.ജെ.പി. സുരക്ഷിതമാണ് എന്ന് ഒരിക്കലും കരുതാൻ പറ്റില്ല. മാത്രവുമല്ല, സുരേഷ് ഗോപിക്ക് തനിക്കല്ലാതെ മറ്റാളുകളുടെ സ്ഥാനാർത്ഥികൾക്ക്, ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാനുള്ള എന്തെങ്കിലും ശേഷിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊരു മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ച് കെ സുരേന്ദ്രന് വേണ്ടി പ്രസംഗിച്ച് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രസംഗിച്ച് ശോഭാ സുരേന്ദ്രന് വോട്ട് വാങ്ങി കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്ന ഒരു രാഷ്ട്രീയ ജ്ഞാനമൊന്നും സുരേഷ് ഗോപിക്ക് ഇല്ല. അദ്ദേഹം ജയിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ ബി.ജെ.പിക്കാരനായിട്ടല്ല ജയിച്ചത് എന്നാണ്. മോഡി സഹായം, അമിത്ഷാ സഹായം കുറെ പേരൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ കൂടെ അദ്ദേഹം കെ കരുണാകരനും E.K. നായനാരും അടക്കമുള്ളവരുടെ പേരും പറഞ്ഞു എന്ന് ശ്രദ്ധിക്കുക. അതിനർത്ഥം ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനായി അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇനിമേൽ രാഷ്ട്രീയമല്ല നോക്കുക, വ്യക്തിത്വമാണ് നോക്കുക എന്നാണ്. അത് പറയുന്നതോടുകൂടി ബി.ജെ.പിയുടെ രാഷ്ട്രീയം അവസാനിക്കുകയാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾക്കൊരു സംസ്ഥാനത്തിൻ്റെ നേതാവായി കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല. അത് തന്ത്രപരമായ പരാജയമായിരിക്കും അങ്ങനെ വന്നാൽ. മാത്രവുമല്ല, ബാക്കി എല്ലാവരും അദ്ദേഹത്തിന് എതിരുമായിരിക്കും. അതുകൊണ്ട് സംഘടന ഇവിടെ തകർന്ന് തരിപ്പണമാകാനാണ് സാധ്യത. ബുദ്ധിയുണ്ടെങ്കിൽ ഒരു താരപ്രചാരകനായി മാത്രം സുരേഷ് ഗോപിയെ കേരളത്തിൽ നിർത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ചൊക്കെ വിവരമുള്ള ആളുകളാണല്ലോ കേന്ദ്രത്തിലുള്ളത്.